എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലളിതാംബിക വിശ്വനാഥൻ. വിഷുക്കണി ഒരുക്കാൻ എന്തെല്ലാം വേണം, എങ്ങനെ ഒരുക്കണം എന്നതിനെക്കുറിച്ചും ഇപ്രാവശ്യത്തെ വിഷുക്കണി കാണേണ്ടത് എപ്പോഴാണ് എന്നതിനെക്കുറിച്ചും വിഷുക്കണി കാണേണ്ട ആവശ്യത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. മേടമാസം 1-ാം തീയതിയാണ് സാധാരണയായി വിഷുക്കണി ദർശനം. ജ്യോതിശാസ്ത്രപരമായി വളരെയധികം പ്രാധാന്യമുള്ള ഒരു മാസമാണ് മേടമാസം. മേടം 1-ാം തീയതി മുതൽ അടുത്ത മേടം വരെ, അതായത് അടുത്ത വിഷു വരെ ഐശ്വര്യ സമൃദ്ധമായി ഇരിക്കാൻ വേണ്ടിയാണ് മേടം മാസം 1-ാം തീയതി പുലർച്ചെ വിഷുക്കണി കാണുന്നത്. ഇക്കൊല്ലം മേടം 1-ാം തീയതി വരുന്നത് ഏപ്രിൽ 14-ാം തീയതി രാവിലെ 9:30 ശേഷമാണ്. അതുകൊണ്ട് മേടം 2-ാം തീയതി, അതായത് ഏപ്രിൽ 15-ാം തീയതി ബുധനാഴ്ച രാവിലെ 4:30-ക്കും 5:30-ക്കും ഇടയിലാണ് വിഷുക്കണി കാണേണ്ടത്. കാർഷിക വിളവെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് വിഷു എന്ന ആഘോഷം. പണ്ട് പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. അപ്പോൾ വിളവെടുപ്പിന് ശേഷം എല്ലാ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നെല്ലും അരിയും എല്ലാം ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹത്തിന്റെ മുന്നിൽ സമർപ്പിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. വരുന്ന ഒരു കൊല്ലം മുഴുവൻ അടുത്ത വിഷു വരെ ഐശ്വര്യ സമൃദ്ധി ഉണ്ടാകണേ എന്ന്. ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെയോ ഫോട്ടോവിൻ്റെയോ മുന്നിലാണ് കണി ഒരുക്കേണ്ടത്. വീടും പരിസരവും അടിച്ചു തുടച്ച് വൃത്തിയാക്കി, പൂജാമുറിയിലാണ് കണി വയ്ക്കുന്നതെങ്കിൽ പൂജാമുറി വളരെ വൃത്തിയാക്കി ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം ഒരു പീഠത്തിന്മേൽ മഞ്ഞപ്പെട്ട് വിരിച്ച് അതിൻ്റെ മുകളിൽ വയ്ക്കണം. നിലത്താണ് വെക്കുന്നതെങ്കിൽ നിലത്ത് പീഠം വയ്ക്കാം. അല്ല, മേശമേലാണെങ്കിൽ മേശമേൽ മഞ്ഞപ്പെട്ട് വിരിച്ച് അതിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം വയ്ക്കാം. പിന്നെ ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ മുന്നിലായി ഒരു ഓട്ടുരുളിയിൽ വേണം കണി ഒരുക്കാനായി. ഓട്ടുരുളി വെച്ച് അതിൽ ഉണക്കലരി ഇടുക. പിന്നെ ഉണക്കലരിയുടെ മുകളിലായി ചക്ക, മാങ്ങ, മാമ്പഴം, കദളിപ്പഴം, കണിവെള്ളരി, കണിക്കൊന്നപ്പൂവ് എന്നിവ വയ്ക്കണം. കൂടാതെ ദേവീ സാന്നിധ്യത്തിനായി വാൽക്കണ്ണാടിയും വെക്കണം. വാൽക്കണ്ണാടി വെക്കുമ്പോൾ കണി കാണുന്നവർക്ക് വാൽക്കണ്ണാടിയിൽ അവനവൻ്റെ മുഖവും ഈ കണിക്കായി സമർപ്പിച്ചിട്ടുള്ള വസ്തുക്കളും അതിൽ പ്രതിഫലിച്ച് കാണണം. ഒരു ഗ്രന്ഥം വെക്കണം. രാമായണമോ മഹാഭാഗവതമോ വയ്ക്കാം. അലേക്കിയതോ പുതിയതോ ആയ ഒരു മുണ്ടും വയ്ക്കണം. ഒരു കിണ്ണത്തിൽ വെറ്റില അടയ്ക്ക എടുത്ത് അതിൻ്റെ മുകളിലായി കുറച്ചു നാണയങ്ങളും കൂടെ വയ്ക്കണം. ഭഗവത് വിഗ്രഹത്തിന് മഞ്ഞപ്പെട്ടുടിപ്പിക്കണം. സ്വർണമാല ചാർത്തണം. കണിക്കൊന്ന പൂവ് ധാരാളമായി ഉപയോഗിച്ച് ഭഗവത് വിഗ്രഹത്തിനെ ആയാലും ഫോട്ടോവിനെ ആയാലും അലങ്കരിക്കണം. പിന്നെ നവധാന്യങ്ങൾ 9 കിണ്ണങ്ങളിലാക്കി ഉരുളിക്ക് ചുറ്റും വയ്ക്കുന്ന ഒരു പതിവുണ്ട്. അല്ലെങ്കിൽ ഈ നവധാന്യങ്ങളെല്ലാം കൂടി ഒരു കിണ്ണത്തിലാക്കി കണിയിൽ വയ്ക്കാം. കുങ്കുമം, മഞ്ഞൾ, ചന്ദനം എന്നിവയും ഓട്ടുകിണ്ടിയിൽ വെള്ളവും വെക്കണം. നിലവിളക്ക് 5 തിരിയിട്ട് കത്തിക്കുന്നതാണ് ഉത്തമം. അതിന് നെയ്യോ എണ്ണയോ ഉപയോഗിക്കാം. എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലെണ്ണ. ഇതെല്ലാം വിഷുക്കണി കാണുന്നതിൻ്റെ തലേന്ന് തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. അതിരാവിലെ ഗൃഹനാഥനോ ഗൃഹനാഥയോ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി വന്ന് വിളക്ക് തെളിയിച്ച ശേഷം ഭഗവാൻ ആദ്യമായി കണി കാണിക്കണം. ഭഗവാന് കണി കാണിച്ച ശേഷം നമ്മളും കണി കണ്ട് അതിനുശേഷം കുടുംബത്തിലെ ഓരോരുത്തരെയായി വിളിച്ചുണർത്തിക്കൊണ്ടുവന്ന് കണി കാണിപ്പിക്കണം. അങ്ങനെ എല്ലാവരും കണി കണ്ട ശേഷം എല്ലാവർക്കും നാണയങ്ങൾ കൈനീട്ടമായി നൽകുന്നു. പണ്ടൊക്കെ ഗൃഹനാഥൻ വീട്ടിലുള്ള മറ്റെല്ലാവർക്കും നാണയം കൈനീട്ടമായി നൽകും. ഇന്ന് എല്ലാവരും പരസ്പരം കൈനീട്ടം നൽകുന്നുണ്ട്. കുട്ടികളൊക്കെ അച്ഛനമ്മമാർക്കും കൈനീട്ടം നൽകുന്നുണ്ട്. ഇതെല്ലാം സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും ചെയ്യുന്നതാണ്. വിഷുക്കണി ദർശനം ഭഗവത് കൃപാ കടാക്ഷം ഒരു കൊല്ലം മുഴുവൻ ഉണ്ടാവാൻ വേണ്ടിയും കൈനീട്ടം നൽകുന്നത് പരസ്പരം സ്നേഹവും കരുതലും എന്നും ഉണ്ടാവാനും വേണ്ടിയിട്ടാണ്. ഇതാണ് വിഷുക്കണി ദർശനവും വിഷു കൈനീട്ടവും നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം. ഇന്ന് വളർന്നു വരുന്ന തലമുറകൾക്ക് നമ്മൾ ഇത് പറഞ്ഞു കൊടുത്താലേ അവർക്ക് ഇതിൻ്റെ യഥാർത്ഥ തത്വം മനസ്സിലാവുകയുള്ളൂ.
തുടർന്ന് വീട്ടിലുള്ള എല്ലാവരും കുളിച്ചു ശുദ്ധമായി അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ദർശനം ചെയ്ത് അവിടെയും വിഷുക്കണി കാണാവുന്നതാണ്. വിഷുവിൻ്റെ അന്ന് ചെറിയൊരു സദ്യ ഉണ്ടാക്കി പായസമൊക്കെ ഉണ്ടാക്കി എല്ലാവരും ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇത് നമ്മുടെ ഒരുമയുടെ ഉദാഹരണമാണ്. വിഷുക്കണി വയ്ക്കേണ്ടത് എങ്ങനെയാണ്, എന്തിനാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ. ഹിന്ദുക്കൾ അറിയേണ്ടതായ ആചാരങ്ങളും പുരാണ കഥകളും പ്രാർത്ഥനകളുമാണ് ഈ ചാനലിലൂടെ ഞാൻ വിശദമാക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു വിഷുദിനം ആശംസിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.